ഇപ്പോൾ ചർച്ചാ വിഷയം ധനുഷ് നയൻതാര ക്ലാഷ് തന്നെയാണ്. ധനുഷിനെതിരെ പരസ്യമായി നയൻതാര രംഗത്തെത്തിയതോടെയാണ് ഇരുവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും മലയാളി താരങ്ങൾ വരെ രംഗത്ത് വന്നത്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയെ ചൊല്ലിയുള്ള വിഷയമാണ് ഇരുവർക്കുമിടയിൽ തർക്കമായി കലാശിച്ചത്. ധനുഷ് നിർമ്മാതാവായ നാനും റൌഡിദാൻ എന്ന സിനിമയിലെ ഭാഗങ്ങൾ നയൻതാര തന്റെ നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കത്തിന്റെ തുടക്കം. നാനും റൌഡിദാനിലെ പാട്ടുകളും രംഗങ്ങളും BTS ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് NOC നൽകിയില്ലെന്നാണ് നയൻതാര പറയുന്നത്. ചിത്രത്തിന്റെ 3 സെക്കൻഡ് മാത്രമുള്ള BTS വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് 10 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെന്നും നയൻസ് വ്യക്തമാക്കിയത് ഇന്നലെയാണ്. നിങ്ങൾ അയച്ച വക്കീൽ നോട്ടീസിനുള്ള മറുപടി കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നും പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്നും നയൻസ് ധനുഷിനെതിരെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. ഇതിനിടയിലാണ് ധനുഷിന്റെ സ്വത്തുക്കളെ കുറിച്ചു കൂടിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. 500 കോടിക്ക് മുകളിൽ ആസ്തിയുണ്ട് ധനുഷിനെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ് സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് ധനുഷും. 2022 ധനുഷിന്റെ ആസ്തി 160 കോടി രൂപ കടന്നിരുന്നു എന്നാണ് റിപ്പോർട്ട്. അന്ന് 1 കോടിയിലധികം പ്രതിമാസ ശമ്പളമുള്ള ആൾക്ക് ഇന്ന് 20 കോടി വരെ മാസ വരുമാനമുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സംവിധായകൻ മിത്രൻ ജവഹറിന്റെ തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിന് 12 മുതൽ 15 കോടി വരെയാണ് പ്രതിഫലം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. സ്വന്തം നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ ഫിലിംസും ധനുഷിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ചെന്നൈയിലെ ഏറ്റവും ചെലവേറിയ ഇടത്താണ് താമസിക്കുന്നത്. രജനീകാന്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് ഏകദേശം 25 കോടി രൂപ വില വരുന്ന വില്ലയിലാണ് താമസം. രാജ്യത്തുടനീളം നിരവധി റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളും ധനുഷിനുണ്ടെന്ന് വിവരമുണ്ട്. വില കൂടിയ വാഹനങ്ങളുടെ ഉടമ കൂടിയാണ് ധനുഷ്. 45 ലക്ഷം വിലയുള്ള ജാഗ്വാർ XE, 75 ലക്ഷം വിലയുള്ള ഫോർഡ് മസ്താങ്, ഏകദേശം 1.65 കോടി വിലമതിക്കുന്ന ഓഡി A8 അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെന്നാണ് വിവരം. ഇവ കൂടാതെ 3.4 കോടി വിലയുള്ള ബെന്റ്ലി കോണ്ടിനെന്റൽ ഫ്ലൈയിങ് സ്റ്റാറും 7 കോടി വിലയുള്ള ഏറ്റവും ആഡംബരമുള്ള റോൾസ് റോയ്സ് ഗോസ്റ്റും ഉൾപ്പെടെ ഏറ്റവും വിലപിടിപ്പുള്ള ചില വാഹനങ്ങളും ധനുഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫാൻ ഫൈറ്റ് തുടരുകയാണ്. 10 വർഷത്തോളമായി ഒരാൾ കൊണ്ടു നടക്കുന്ന പകയുടെ ബാക്കിയാണിത് എന്നാണ് ധനുഷിനെതിരെയുള്ള നയൻതാരയുടെ ആരോപണം. ധനുഷ് ആരാധകരെ ഞെട്ടിച്ചതും ഈ ആരോപണം തന്നെയാണ്. എത്ര കാലം ഈ നല്ലവന്റെ മുഖംമൂടി അണിഞ്ഞ് നിങ്ങൾക്ക് ലോകത്തിന് മുന്നിൽ നിൽക്കാൻ സാധിക്കുമെന്നും നയൻസ് ചോദിച്ചിരുന്നു. പൊതുപരിപാടികളിലൂടെ വേദനിപ്പിച്ചുവെന്നും എല്ലാവർക്കും ജീവിക്കാനും സ്വപ്നം കണ്ടത് നേടിയെടുക്കാനുമുള്ള അവകാശമുണ്ടെന്നും സിനിമാ പാരമ്പര്യമില്ലാത്തവർക്കും ഇവിടെ വളരാമെന്നും നിങ്ങളുടെ ഈഗോയും മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള ഫ്രസ്ട്രേഷനും ഒക്കെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഈ ഓപ്പൺ ലെറ്ററിൽ നയൻതാര കുറിച്ചിട്ടുണ്ട്. 10 വർഷത്തോളമായി പക കൊണ്ടു നടക്കാൻ മാത്രം നയൻസും ധനുഷും തമ്മിൽ എന്താണ് പ്രശ്നമെന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത്. ധനുഷിന്റെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരെങ്കിലും ഇതുവരെ മറുപടിയുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടില്ല.